വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തുരുമ്പടിച്ചിരിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുരുമ്പടിക്കാൻ കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് തുടങ്ങിയതാണ്. അവിടെ ഇവിടെയും എന്തോ ഒരു വീഡിയോ ഇട്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് എൻ്റെ വ്ളോഗോ അല്ലെങ്കിൽ സാധാരണ യൂട്യൂബിൻ്റെ തനതായ രീതിയിലുള്ള വീഡിയോസൊന്നും എന്നെ കൊണ്ടിടാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ടുള്ള തിരക്കുകളും കുറച്ച് കാരണങ്ങളും ഒക്കെ ആയിപ്പോയി. പക്ഷേ എന്തോ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്നെ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്ത, ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലേ, നിർത്തിയോ? ഉണ്ട്, ഇടാനുള്ള സമയവും സാഹചര്യം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ലൈവാക്കി നിർത്തിയിരുന്നു കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് മാത്രം കുറച്ച് ലൈവായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അപ്പോൾ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കോൺസ്റ്റൻ്റായിട്ട് വീഡിയോസൊക്കെ ഇട്ട് എൻ്റെ യൂട്യൂബ് അങ്ങനെ എല്ലാ ദിവസവും നിലനിർത്തി കൊണ്ടുപോകാമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം എന്തോ അതിന് ഇറങ്ങിത്തിരിക്കണം. യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. അതിന് വേണ്ടിയിട്ടൊരു മനസ്സുണ്ടാവുകയാണെങ്കിൽ എനിക്ക് സാഹചര്യം പൊക്കുമല്ല. സാഹചര്യം ഉണ്ടെങ്കിൽ മനസ്സില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് രണ്ടും ഒന്നിച്ച് വന്നതുകൊണ്ട് അപ്പം വിചാരിച്ചാൽ പിന്നെ എടുത്തു കളഞ്ഞേക്കാണ്. രാവിലെ എണീറ്റ് വന്നപ്പം തന്നെ നല്ല മഴയാണ്, നല്ല മഴ ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഇന്ന് എനിക്ക് ഡേ ഷിഫ്റ്റാണ്. എൻ്റെ മുഖം ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ എണീറ്റ് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ എൻ്റെ മുഖം വീർത്ത് കെട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. ഞാനത് ഡേ ഇൻ മൈ ലൈഫ്, വീക്ക് ഇൻ മൈ ലൈഫ്, മന്ത്ലി ഇൻ മൈ ലൈഫ് ആയി തീരുമോ, അതോ ഇതൊരു വലിയൊരു വീഡിയോ ആയി പോകുമോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇതെൻ്റെ ഒരു മോട്ടിവേഷനായിട്ട് ഞാനങ്ങ് എടുക്കുക ഈ വീഡിയോ. അപ്പോൾ കമോൺ. ഞങ്ങളുടെ വീട്ടിൽ ചെറുപയർ തോരനുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ചെറുപയർ വെള്ളത്തിലിട്ട് അത് മുളപ്പിക്കും കേട്ടോ. പിന്നെ എന്തായാലും സുപ്രഭാതം വിത്തൗട്ട് ചായ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ചായ കുടിച്ച് കഴിയുമ്പോഴത്തേനും പ്രത്യേക ഒരു ഊർജ്ജമാണ്. പിന്നെ എന്ത് ജോലിയും ചെയ്യാനും നമുക്കൊരു എന്തോ ഒരു ഉൾവിളിയും ഉൾപ്രേരണയും ഉണ്ടാവും. അപ്പം പിന്നെ രാവിലത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ചായ കുടിച്ച് കഴിഞ്ഞാൽ ബെഡ് വിരിക്കലാണ്. അത് ഒരു വൃത്തിക്ക് വിരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ എന്താ പറയുന്നത്, ഈ രാവിലത്തെ ഡേ ഷിഫ്റ്റിൻ്റെ ദിവസമൊക്കെ മാക്സിമം ഞാൻ ഈ ഉറക്കപ്പിച്ചും ഉറക്കച്ചടയിലൊക്കെ ആയിരിക്കും. അതൊന്ന് സെറ്റായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് വെയിൽ മൂക്കണം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് അതായത് ഈ 7 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ തല കറങ്ങി എവിടെയെങ്കിലുമൊക്കെ മറിഞ്ഞടിച്ച് വീഴും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വയറ്റിച്ചിടണം. പിന്നെ എൻ്റെ ഈ കാർക്കൂന്തലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല തിക്കായിട്ട് ഉണ്ടായിരുന്ന ഒരു കാർക്കൂന്തലാണ്. പിന്നീട് ഈ കാർക്കൂന്തലിൻ്റെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കെട്ടി പോവാണ്. ചില സമയത്ത് ഞാൻ പിന്നിടും, ചില സമയത്ത് ഞാൻ ബണ്ണ് കെട്ടിയിടും. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ ബണ്ണ് കെട്ടുവാണോ പിന്നുവാണ് പിന്നിടാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെക്കാളും കുറച്ചെങ്കിലും നീളം വെച്ചു. എൻ്റെ മുടിക്ക് അധികം നീളം വെക്കത്തില്ല. കുറച്ച് വേവിയും കുറച്ച് കേളി ആയിട്ടുള്ളൊരു മുടിയാണ് എൻ്റെ ഫാദർജിയുടെ മുടി എനിക്ക് അപ്പാടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ 4-3-7 മുടിയായിട്ടുള്ള മൽപ്പിടുത്തം രാവിലെ ഒരു അരമണിക്കൂർ അതിൻ്റെ പുറകെ തന്നെ അങ്ങ് പോകും. പിന്നെ മുടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഷടപടേന്നാണ്. പിന്നെ പൗഡർ ഇടുന്നു, പുരുകം എഴുതുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു. നേരത്തെ ഞാൻ കുറേ വോൾ കെയർ പുട്ടിയൊക്കെ ഇടുമായിരുന്നു എൻ്റെ മുഖത്ത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊന്നും പ്രത്യേകിച്ച് ഇട്ടതുകൊണ്ട് ഒരു ഗുണവും എനിക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ എന്നാ പറയുന്നത്, മുഖം കുറച്ചും കൂടെ വൃത്തികേടാകും എന്നല്ലാതെ വേറെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് കുട്ടിക്കുറയുടെ പൗഡർ ഇടും, അല്ലെങ്കിൽ എൻഷാൻഡ്ര പൗഡർ ഇടും. അങ്ങനെ വാലേ ഒരുങ്ങിയിട്ട് ഞാൻ ഇറങ്ങാൻ പോവാണ്. ബാഗിന് തന്നെ ഇതാണ് എൻ്റെ ബാഗ്. നിങ്ങൾ വിചാരിക്കും 12 മണിക്കൂർ ഷിഫ്റ്റിനകത്ത് ഇത്രയും വെയിറ്റുള്ള സാധനത്ത് എന്താണുള്ളതെന്ന്. ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലാ സാധനങ്ങളും ഞാൻ കൈ കരുതും. നമുക്ക് എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഇനി വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. ഐ എം മൂവിങ്. ബൈ. ഇതെൻ്റെ മമ്മിയുടെ ചെരുപ്പാണ്.
എനിക്ക് പക്ഷേ ഈ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാളും വലുതാണ് സൈസ്. പക്ഷേ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ 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 ഇട്ടുകൊണ്ട് പോകും. ഓക്കെ, ബൈ. ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് കുറേ വിഷ്വൽസൊക്കെ എവിടേക്കോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ എടുത്തതൊന്നും എനിക്ക് എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത് എനിക്കിനിപ്പോൾ ഡിലീറ്റ് ചെയ്യാനും വയ്യ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഐ തിങ്ക് നല്ലൊരു പെരുമഴ പെയ്ത് കഴിഞ്ഞ് തോർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് എയർപോർട്ടിൻ്റെ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് വേറൊരു ദിവസത്തെ, അതായത് ഞാൻ അങ്കമാലിക്ക് പോകുന്നതിൻ്റെ തലേ ദിവസത്തെ ഒരു വിഷ്വൽസാണ്. ഒരു വിഷ്വലല്ല, കുറച്ചേറെ വിഷ്വൽസ്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് അത് തന്നെ ഉള്ളൂന്ന് തോന്നുന്നു. അതെ, അത് തന്നെയാണ്. ഞാൻ എല്ലാ സാധനങ്ങളും കെട്ടിപ്പെറുക്കി, എല്ലാ സാധനങ്ങളും വെച്ചോ ഇല്ലയോ എന്നൊക്കെ അടുക്കിപ്പെറുക്കി ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. 2 പുസ്തകം എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അത് ശരിയല്ലല്ലോ. എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ 2 പുസ്തകം എടുത്തു വെച്ചു. എല്ലാ തവണയും എറണാകുളത്ത് പോകുന്ന സമയത്ത് മിക്കപ്പോഴും എന്നാടാ ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ എങ്ങാണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര മണപ്പീര. എന്നമ്മാ എന്നോ പട്ടി. നീ ഷോപ്പ് അടിക്കുമല്ലോ എടുത്തണ്ണേ, നീ ഷോപ്പ് അടിക്കുമല്ലേ മമ്മീനെ, നീ ഷോപ്പ്. അയ്യോ, പുറത്ത് പോണ്ട, പുറത്ത് മഴയാ. പുറത്ത് പോണോ സോളു? പുറത്ത് പോണോ? പുറത്ത് മഴയാ. പുറത്ത് പോണോ? മഴയാടി. എന്നാ പുറത്ത് പോണോ? പുറത്ത് പോവാം. ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും എറണാകുളത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമൊക്കെ അടുപ്പിച്ച് മഴയായിരിക്കും, നല്ല മഴയായിരിക്കും. സോ എനിക്ക് ഈ മഴക്കാലത്ത് എറണാകുളത്ത് പോകാനും യാത്ര ചെയ്യാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. എല്ലാ 2 ഇയേഴ്സ് കൂടുമ്പോഴും നമ്മൾ എറണാകുളം കാണും. സിയാൽ കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. നാളെയും അതുപോലെ നല്ല മഴയായിരിക്കും. കാരണം ഇപ്പോൾ നല്ല മഴ, ഒരു ഇടക്കാലത്തൊരു ബ്രേക്ക് വന്നിരുന്നു മഴയ്ക്ക്. ഇപ്പോൾ ആണെങ്കിൽ വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തു. സോളു, ടിക്കറ്റ് കൺഫർമേഷൻ വന്നതേ ഉള്ളൂ. സോ അതും ഒരു ടെൻഷനുണ്ടായിരുന്നു, കൺഫേം ആവോ ഇല്ലയോ. പക്ഷെ അതിലൊരു സന്തോഷമുണ്ട്. ഇവിടുത്തെ അന്തരീക്ഷം കാണിച്ചു തരാമേ. ലുക്ക്, സി, കറുത്ത കാർമേഘം. ദൈവമേ, ഇതെവിടെ പോയോന്തോ, ഞാനൊന്ന് തപ്പിയിട്ട് വരട്ടെ. ഈ ഒരു കലാപ്രകടനം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന് മസ്കി അടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇട്ടിരിക്കുന്ന പേര്. അതും സോളുവിൻ്റെ മസ്കി. അതൊരു വല്ലാത്ത കലാപ്രകടനമാണ്. വെറും ഒരു ലിപ്പ് ലൈനറും ഒരു മാസിൻ്റെ ലിപ്സ്റ്റിക്കും കൊണ്ടാണ് ഇന്നത്തെ ലിപ്സ്റ്റിക്കിൻ്റെ പരിപാടി. പക്ഷെ കൊള്ളാം. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാഞ്ഞു പോകും കേട്ടോ. ഇട്ട മുഖമെന്ന് പറയത്തില്ല. എനിവേയ്സ്, അടുത്ത മഴയ്ക്ക് മുന്നേ സ്റ്റേഷൻ പിടിക്കണം. ഞാൻ എവിടെയോ പോവുകയാണെന്നുള്ള ഒരു കാര്യം ഞങ്ങളുടെ സോളുവിന് മനസ്സിലായി. സോ അവൾ പപ്പാനെ സോപ്പിടുകയാണ് എങ്ങനെയും പുറത്ത് ചാടാൻ വേണ്ടിയിട്ട്. പക്ഷേ നൈസായിട്ട് ഞങ്ങളുടെ സോളുവിനെ പറ്റിച്ച്. ഇത് ഞങ്ങളുടെ താഴെ ഹോം സ്റ്റേ താമസിക്കുന്ന മാൽഡീവിയൻ ഫാമിലിയുടെ ഒരു മോളാണ് കേട്ടോ, അസമ്മ. പിന്നെ അവളെയൊക്കെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ തമ്പാനൂരെത്തി. പപ്പ എന്നെ കയറ്റിയിടാൻ വന്നിരുന്നു. പ്ലാറ്റ്ഫോമും ബോഗിയും ഒക്കെ വരുന്ന സ്ഥലമൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഞങ്ങൾ പിന്നെ വണ്ടി വരാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു. ഈ ടൈമൊക്കെ തമ്പാനൂർ നല്ല മഴ പെയ്തു. പെട്ടെന്ന് ആ മഴ പോവുകയും ചെയ്തു. പിന്നെ ട്രെയിൻ വന്നു. ട്രെയിനിൻ്റെയൊക്കെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SBC ഞങ്ങൾ ഏറ്റുമായിരുന്നു. എന്തായാലും മിറർ കണ്ടാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും അങ്കമാലിയിലേക്കുള്ള SBC ട്രെയിൻ ചലിച്ചു തുടങ്ങി. പിന്നെന്താ, ട്രെയിനിൻ്റെ കുറേ വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിരുന്നു. അതും ഇടയ്ക്കൊക്കെ എവിടെയൊക്കെ മിസ്സായിപ്പോയി. പക്ഷേ ഹരിതാപവും പച്ചപ്പും ഒക്കെ കണ്ടാൽ വിടാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും വീഡിയോ എടുത്തു. അങ്ങനെ ഉച്ചക്കത്തേതാ ഇത് മുട്ടച്ചോറാട്ടോ. ഇലയിൽ പൊതിഞ്ഞ മുട്ടച്ചോറ്. അതെല്ലാം കഴിച്ച് അല്ലറ ചില്ലറ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത്
കുറേ പുസ്തകമല്ല, ഒരു പുസ്തകം വായിച്ചു തീർക്കാണ്ട്. അത് കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഫ്ലാറ്റായി. പിന്നെ എൻ്റെ ബോഡി പയ്യെ എല്ലാം ടയേർഡായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അങ്കമാലിയിലെത്തിയപ്പോഴും ഞങ്ങൾ അങ്കമാലി സ്വീകരിച്ചത് ഹെവി റെയിനോട് കൂടിയിട്ടാണ്. ഹെവി റെയിൻ എന്നൊക്കെ പറഞ്ഞ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്ന പോലത്തെ ഹെവി റെയിൻ. പിന്നെ നേരെ നമ്മൾ ഹോട്ടലിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ഈ പോകുന്ന റൂട്ടൊക്കെ നമ്മൾ എന്നാ പറയുന്ന മഴേനെ വക ഭേദിച്ചു കൊണ്ടുള്ള പോക്കായിരുന്നു. പിന്നെ ഹോട്ടലിലെത്തി. ദിസ് വാസ് അവർ ഹോട്ടൽ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വ്ലോഗിൽ കാണാം ഇതിൻ്റെ ബാക്കി കേട്ടോ.